ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മാങ്ങയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന നല്ല രുചിയുള്ള ഒരു പച്ചടിയാണ് നമ്മളിന്ന് കാണുന്നത്. പച്ചമാങ്ങ പച്ചടി. വെൽക്കം ടു വി ഹാൻഡ്സ് റെസിപ്പീസ്. ഇതിനായിട്ട് നമ്മളിവിടെ മാംഗോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ തൊലിയൊന്നും കളയേണ്ടതില്ല. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനിയും അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പം ഞാൻ എടുത്തിട്ടുള്ള എല്ലാ അളവുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടു നോക്കാം. ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉലുവാപ്പൊടി, അടുത്തതായിട്ട് ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ നമ്മുടെ കായത്തിൻ്റെ പൊടി. ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തത്. അപ്പം ഈ 3 കാര്യങ്ങളും, ഉലുവാപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും ചേർക്കുന്നതിന് മുന്നേ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണം പൊടിച്ച് ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ കായത്തിൻ്റെയും ഉലുവയുടെയും കയ്പ്പ് മുന്നോട്ട് വരും. അത് അവോയ്ഡ് ചെയ്യാനാണ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കാൻ പറയുന്നത്. ഇനി ഇതിലേക്കൊരു കടുക് വറുക്കുക, അത്രമാത്രം. അപ്പം വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതിത്രയും ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഏകദേശം ഒരു അരമണിക്കൂറും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് കൊല്ലംകാരുടെ ഒരു പച്ചടിയാണ് കേട്ടോ. അവരുടെ സദ്യകളിലൊക്കെ മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു പച്ചടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പം നമ്മൾ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നല്ലതായിട്ട് ഇത് അങ്ങ് മിക്സ് ചെയ്ത് എടുത്ത് വെക്കണം. സാധാരണയായിട്ട് നാളെയാണ് സദ്യയെങ്കിൽ ഇന്ന് അത് തയ്യാറാക്കി വയ്ക്കും. അതായത് 1 ഓവർനൈറ്റ് ഇത് ഇരിക്കുന്നതാണ് ഇതിൻ്റെ രുചിയുടെ രഹസ്യം. പിന്നെ ഇത് സദ്യക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾ കഞ്ഞി കുടിക്കുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കണം. നല്ല ഒരു കോമ്പിനേഷനാണ് കഞ്ഞിയുടെ കൂടെ കുടിക്കാനും. അപ്പം വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വി ഹാൻഡ്സ് റെസിപ്പീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വി ഹാൻഡ്സ്.